ഹായ്, ഇത് നമ്മുടെ കോട്ടയം മൂനപ്പള്ളിയിലുള്ള വീടാണ് കേട്ടോ. ഇപ്പോൾ അമ്മ ചാർജ് ജിപിടിക്ക് കുറച്ച് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ വീടിൻ്റെയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരെയും കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അതായത് നമ്മളെ പണിക്കാർ ചെയ്യണതിൻ്റെ മുന്നേ തന്നെ അമ്മ ഒരു വട്ടം ക്ലീൻ ചെയ്യും. പിന്നെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇതുപോലെ ആക്കി തരാൻ പറഞ്ഞാൽ അവരതുപോലെ ആക്കി തരും. ശരിക്കും പണ്ടും ഭയങ്കര ഡിഫിക്കൽട്ട് ജോബായിരുന്നു ഈ ഡിസൈനിങ് എന്നുള്ളത്. അതായത് നമ്മളൊരു വീട് ഇങ്ങനെ പണിയണ സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഒരു ഒന്നുമില്ലെങ്കിൽ ആദ്യം ഒരു ഡിസൈനറേയും കൊണ്ട് അത് ഡിസൈൻ ചെയ്യിച്ച് അതിൻ്റെ 3D എടുത്താൽ മാത്രമേ നമുക്കൊരു ഔട്ട്പുട്ട് എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്ത് എന്തൊക്കെയാണോ നിങ്ങൾ അവർ ചാർജ് വീട്ടിനോട് പറയണത് അതിനനുസരിച്ചിട്ട് അവർ ചെയ്തു തരില്ലേ? അങ്ങനെയല്ലേ? അത് പൈസ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യണം അല്ലേ? വെറുതെ പറയണതിന് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. ഇത്ര വർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് അവരെ കൊണ്ട് വല്ലാണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല. അമ്മുവാണെന്നുണ്ടെങ്കിൽ അതിന് മിടുക്കത്തിയാണ്. അതായത് പൈസ കൊടുത്തെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരുവിധമുള്ള വീടൊക്കെ കംപ്ലീറ്റ് ഫുൾ വർക്ക് നമ്മളിപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതൊരു കണക്കിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമ്മൾക്ക്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഈ ഫ്രണ്ടിലൊക്കെ ഇത്രയും കച്ചറുണ്ട്. അപ്പോൾ അത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് ആദ്യം നമുക്കറിയാം അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈലിങ്, ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു ടൈലിങ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രാസ് വെച്ചിട്ട് ചെയ്യണോ അതോ വലിയ കല്ല് വെച്ചിട്ട് ചെയ്യണോ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യണോ, ഇതൊക്കെ നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് പിന്നെ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. പണ്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് ഒരു 4 3Dയിലും ചെയ്യിക്കണം. അത് ഓരോ വ്യൂവിനാണ് പൈസ. പിന്നെ അതും ഞങ്ങളെ വർക്ക് പോലെ തന്നെ കേട്ടോ. അതായത് 100% നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരു 75% അത് തരും, ബാക്കി നമ്മളൊരു ഇൻപുട്ടും കൂടി കൊടുക്കണം. നമ്മളെ വർക്കും അങ്ങനെ തന്നെ കേട്ടോ. 100% ഒരു ക്ലയൻറ്റും പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ 100 ചെയ്താൽ നിങ്ങൾക്കൊരു 75 കിട്ടും, ബാക്കി 25 ക്ലയൻറ്റും ഒന്ന് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. പിന്നെ അമ്മൂൻ്റെ കയ്യിൽ ഈ ഫോൺ വെക്കണം എന്നുണ്ടെങ്കിൽ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് മാത്രമേ വെക്കുള്ളൂ. അതിപ്പോൾ വീട്ടുജോലി എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വണ്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും നമ്മളെ പ്രൊജക്റ്റിൻ്റെ കാര്യം സംസാരിക്കണമെന്ന് വെച്ചാലും ഇവളോടൊരു 5 മിനിറ്റ് സംസാരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ സമയം നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ. പിന്നെ ഇപ്പോൾ നേരത്തെ നിങ്ങൾ വീഡിയോയിൽ ഒരു ആൾ ഇറങ്ങിപ്പോണത് കണ്ടില്ലേ? ആ ചേട്ടനാണ് നമ്മുടെ ജിപ്സം പുട്ടിയുടെ വർക്കുകൾ ചെയ്യുന്നത് കേട്ടോ. ജ്യോതിഷേട്ടനും ശൈലേഷേട്ടനുമാണ് ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 വർഷമായിട്ട് നമ്മുടെ ഫുൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങും ചെയ്തു തരണം കേട്ടോ. അതിലും ഹൈലൈറ്റ് എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 വർഷം നമ്മൾ ഒരുപാട് വീടുകൾ അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ അത്. ഒരുപാട് ആൾക്കാർ ചോദിക്കില്ല ഈ ആൾക്കാരെ കാണാണ്ട് എങ്ങനെയാണ് വർക്കുകൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അതായത് ഞാൻ ഈ ചേട്ടനെ കാണുന്നത് 2 വർഷത്തിന് ശേഷമാണ്. ഞങ്ങളുടെ ഇപ്പം തന്നെ ഞങ്ങളെ ക്ലയൻറ്റുകൾ വിചാരിക്കുന്നുണ്ടാവും അവരൊക്കെ ഇവർ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാരണം ജിപ്സം വർക്ക് നടക്കുന്ന സമയത്ത് ഇവർ 2 പേരും സൈറ്റിൽ വരാറുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യണത് ഈ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. ശരിക്കും ഇന്നും ഈ മീറ്റപ്പ് നടക്കണതല്ല. കാരണം ഇന്ന് ശരിക്കും പ്ലാൻ പ്രകാരം ഞങ്ങൾ തിരുവനന്തപുരം പോകേണ്ടതാണ്. നല്ല മഴ കാരണം പല സ്ഥലങ്ങളിൽ റോഡും എല്ലാം ബ്ലോക്കായ കാരണം കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചു. ആ ഒരു ദിവസം ആൾ നമ്മളെ വന്ന് കാണാമെന്ന് പറയുകൊണ്ടാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ നമ്മുടെ സൈറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ എൻറ്റയർലി ഡിഫറെൻറ്റ്, അതായത് ഡയറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഞങ്ങൾ അന്നത്തെ ദിവസം. പിന്നെ വർക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് ഫസ്റ്റ് നമ്മൾ കൊടുത്ത പ്രൊജക്റ്റ് എവിടെ ആകുമ്പോൾ പാലക്കാട് അല്ലേ? പാലക്കാട് ഒറ്റപ്പാലം. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നത് ക്ലയൻസാണ്. അതായത് നമ്മൾ ചെയ്തു തരുന്ന ടീമിനെ അന്നത്തെ ടൈമിൽ അവർ ബിസി ആയിരുന്ന സമയത്ത് നിങ്ങളിവിടെ ലോക്കലി ഒരാളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ കോണ്ടാക്റ്റാണ് ഇവർ. അതായത് ഒറ്റപ്പാലത്തെ വീഡിയോസ് പണ്ട് മുതലേ ആൾക്കാർ കണ്ടവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ വീട് മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് നമ്മളുടെ വീടുകളും നമ്മൾ ഇവരെയും കൊണ്ടാണ് ചെയ്യിക്കണത് കേട്ടോ. ആ ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്യണ സമയത്ത് ശരിക്കും ഈ ജിപ്സം പ്ലാസ്റ്ററിങ് എൻ്റെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ഈ ചേട്ടൻ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ വരൂ, നമുക്ക് മെഷർമെൻറ്റ് അളക്കണം, വീടിൻ്റെ ടോട്ടൽ ഞങ്ങൾ റണ്ണിങ് സ്ക്വയർ ഫീറ്റാണ് അളക്കുക, എന്നിട്ടാണ് റേറ്റ് പറയുക, നിങ്ങൾ സൈറ്റിലേക്ക് വരും, നമുക്ക് 2 പേർക്കും കൂടെ അളക്കാമെന്നൊക്കെ എന്നെ ഒരുപാട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ആ ഭാഗത്തുണ്ടായിരുന്നില്ല, ഇവിടെ കോട്ടയം ഭാഗത്തായിരുന്നു. നമുക്ക് അവർ വിശ്വാസമാണ്, നിങ്ങൾ കറക്റ്റായിട്ട് അളന്നിട്ട് എത്രയെന്ന് റേറ്റ് പറഞ്ഞോളൂ, ആ പേയ്മെൻറ്റ് നമ്മൾ അന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സൈറ്റ് പോയി കാണുന്നത് അല്ലേ. ഞാൻ സൈറ്റ് പോയി കണ്ടപ്പോൾ നമുക്ക് വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് പിന്നെ നമ്മളെ വർക്കുകളൊക്കെ ഇവർക്ക് കൊടുക്കാൻ തുടങ്ങിയത്. കാരണം പിന്നെ നമുക്ക് ഇവരൊന്ന് പോയി അളന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ഡബിൾ അളക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കണ്ടിന്യൂഷനാണ്. അവർ ക്വാളിറ്റിയിൽ അവരെപ്പോഴും കോംപ്രമൈസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മാറ്റും എന്നുള്ളത് അവർക്കറിയാം അല്ലേ. ഇന്നിപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിൽ അതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരൊരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്കും വേണ്ടത് എന്താ, ക്വാളിറ്റിയാണ്. അപ്പോൾ അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം നമുക്കും ടെൻഷൻ ഫ്രീ ആണ്. കാരണം ജിപ്സത്തിൻ്റെ വർക്ക് നമുക്ക് ആൾക്കാർ ഫുൾ ഫിനിഷിന് സപ്പോർട്ട് ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇവിടെ റെഫറൻസ് കൊടുത്താൽ മതി. നല്ല വൃത്തിയിൽ അവരിത് ചെയ്തോളും. കാരണം ഒരുപാട് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളത് ഫുള്ളി കോൺക്രീറ്റ് സ്ട്രക്ചർ ആയ കാരണം കൊണ്ട് പണിക്കാർക്ക് അതൊരു പ്രശ്നമാണ്. ഈ വീട്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പിള്ളേർ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റുകൾ ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ മാത്രമല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ തന്നെ ജിപ്സം സീലിംഗ്, ഈ കാണുന്ന സീലിംഗ് വർക്കും നമ്മൾ മാത്യു സാറിൻ്റെ അവിടെ ഫസ്റ്റ് നമുക്ക് കിട്ടിയൊരു കോണ്ടാക്റ്റാണ്. അതേ ആൾ തന്നെയാണ് അല്ലേ. കാരണം എല്ലാം ഈ ഈസി വേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഒരു പ്രൊജക്റ്റ് ഓൾറെഡി കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റ് അവർക്ക് തന്നെ കൊടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഭിത്തിയിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാം. നേരെ മറിച്ചിട്ട് പുതിയൊരാളെ ഞാൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ആദ്യം ക്ലാസ് എടുക്കാൻ നിൽക്കണം. പിന്നെ അവരുടെ ഡൗട്ട് സൈഡ് ക്ലിയർ ആക്കാനായിട്ട് നമ്മളവിടെ എത്തിപ്പെടേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നല്ല മഴയാണ് അല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മഴയാണ്. ഇപ്പോൾ കോട്ടയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാലയിലുള്ള ആൾക്കാരൊക്കെ ആദ്യമായിട്ടാത്രേ അവർ അവിടെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് വീടുകൾ നശിക്കണതും ആൾക്കാർ മരണപ്പെടുന്നതൊക്കെ. കാരണം വയനാട് അങ്ങനത്തെ അവിടെയൊക്കെ നമ്മൾ ഏകദേശം എപ്പോഴേലൊക്കെ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ 2018 മുതലേ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവണ ഒരു മലമേഖലയാണ്. ഇവിടെ ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പുതുതായിട്ടുണ്ടായപ്പോൾ 2 ദിവസമായിട്ട് പാലാ ടൗൺ ഫുൾ വെള്ളത്തിലായിരുന്നു. ഞങ്ങൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ ഒരു വീടും ഞങ്ങൾ താമസിക്കുന്നതൊക്കെ അത്യാവശ്യം ഒരു ഹൈറ്റുള്ള പ്രദേശമാണ് അല്ലേ. അപ്പോൾ എത്ര വലിയ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും ആ ഒരു ഭാഗത്തേക്ക് അതിനെ എഫക്റ്റ് ചെയ്യില്ല. ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു, പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മളെ വീഡിയോസ് കാര്യമായിട്ട് എപ്പോഴും ഫോളോ ചെയ്യാറ്. കാരണം നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വീഡിയോസ് മാത്രമല്ല ഇടാറുള്ളൂ, അതും ഈ ഒരു വെറൈറ്റി വീഡിയോസ്. അങ്ങനത്തെ ആൾക്കാരോട് എപ്പോഴും പറയുന്ന കാര്യം തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, നിങ്ങൾ ഒരു പുതിയ വീട് വെക്കാൻ പോകുമ്പോൾ പുതിയ സ്ഥലമാണ് മേടിക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യാം. വെള്ളം കയറുന്ന സ്ഥലത്ത് നമ്മൾ എത്ര വാസ്തുപ്രകാരം വീട് വെച്ച് കഴിഞ്ഞാലും കന്നിമൂല കറക്റ്റ് ആയാലും റൂമിൻ്റെ ഭിത്തികളുടെ അളവ് കറക്റ്റായി കഴിഞ്ഞിട്ടും ഒരു കാര്യമില്ല. മഴ പെയ്ത് വെള്ളം കയറുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിൻ്റെ ഉള്ളിലും ഇപ്പോൾ അവിടങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു നില കംപ്ലീറ്റ് വെള്ളം കയറും കേട്ടോ. അങ്ങനെ വെള്ളം കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ദൈവങ്ങളെ വിളിച്ചിട്ടും കാര്യമില്ല, വീടിൻ്റെ വാസ്തു നോക്കിയ ആളെ കുറ്റം പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. കാരണം ദൈവത്തിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ ഗുരുവായൂരപ്പൻ തന്നെ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത്. ഇങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് പോസ്റ്റുകളിൽ ഇങ്ങനെ കാണാം, പ്രാർത്ഥിക്കണേ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ദൈവങ്ങൾക്ക് ഈ ഒരു മുൻധാരണ ഉണ്ടാവുമല്ലോ, ഇവിടെ ഇങ്ങനെ മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അപകടത്തിലാവും, അവരെയൊക്കെ അത് ബാധിക്കുന്നു ഓൾറെഡി ദൈവത്തിന് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ദൈവത്തിനോട് നമ്മൾ വീണ്ടും പോയി പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ഈ വീടിൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നല്ല രസമാട്ടോ, അതൊന്ന് അമ്മ പറഞ്ഞു തരും. ആ പ്രാർത്ഥന എങ്ങനെയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്താണ് ഫസ്റ്റ് നമ്മൾ അമ്മച്ചീനോട് പറയുക, അമ്മച്ചി നല്ല മഴയാണ്, നമുക്കിത് ബേസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിലേ എന്ന് പറയുമ്പോൾ അമ്മച്ചി പറയില്ല ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് മഴ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മച്ചി സക്സസ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ മെയിൻ സ്ലാബ് ആവാൻ നേരത്ത് ഞാൻ അമ്മച്ചീനോട് പറഞ്ഞു, അമ്മച്ചി നമുക്ക് വെള്ളം തികയില്ല, വെള്ളം പുറത്തുനിന്ന് അടിക്കേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പോഴും വീണ്ടും അമ്മച്ചി റിപ്പീറ്റ്. അപ്പോഴും അമ്മച്ചി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ ഞാൻ പ്രാർത്ഥിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാട്ടോ. അതൊരു രസമാണ് അത് കേൾക്കാനല്ലേ, അത് അവരൊരു ആത്മവിശ്വാസം. ഇതൊക്കെ ടാലി ആകുമ്പോഴാണ് രസം. ഇനി അതും കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്തുണ്ടായിച്ചിട്ടാ അങ്ങനെ വെള്ളമൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് അടിച്ച് സെറ്റാക്കി കേട്ടോ. അപ്പോഴും ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ലാബാണ്, നമുക്ക് ഇന്ന് മഴ പെയ്യാണ്ടിരുന്നാലേ ഉള്ളൂ സ്ലാബ് നല്ല സ്മൂത്തായിട്ട് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി അന്നും കരഞ്ഞോണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഒരു മഴയും പെയ്തില്ല കേട്ടോ. മെയിൻ സ്ലാബ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി ഇനി നമുക്ക് ദിവസം നനയ്ക്കണം, അതിനെന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ അതിനും അമ്മച്ചി പറഞ്ഞു, മോനെ അത് ഞാൻ പ്രാർത്ഥിക്കാം, ഇനി മഴ പെയ്തോട്ടെ. അമ്മച്ചിയുടെ വിശ്വാസപ്രകാരം മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് സ്ഥിരം മഴയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്യൂറിങ്ങും കിട്ടി വീടിന്. നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം ഓക്കെ തോന്നിയില്ലേ? പക്ഷേ അമ്മച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ആ സമയത്ത് വാർപ്പും ഇതുപോലത്തെ പണികളും നടന്നിരുന്നു. അവർ പ്രാർത്ഥിച്ചതൊക്കെ വേറെ രീതിയിലായിരുന്നു. ആരുടെയും ഒരാളത് കേൾക്കും.